മിണ്ടാതിരിക്കും സന്തോഷേട്ടാ. കിടക്ക്. എന്തു പറ്റി? കാലിലെ കെട്ടഴിഞ്ഞു. പയ്യിറങ്ങി ഓടിക്കളഞ്ഞു. കുറെ ഓടിയിട്ടാ കിട്ടിയത്. സന്തോഷേട്ടൻ ഓടില്ലെന്ന് ഉറപ്പ് പറഞ്ഞതാ അച്ഛൻ. ഇപ്പൊ ഇവന്റെ ബോധ്യത്തെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ മോളെ. ഞാൻ പഴയതുപോലെ പറഞ്ഞത് വിശ്വസിച്ചു. ഞാൻ കാരണമാണ് എന്റെ കൊച്ചിങ്ങനെ ആയത്. മണി ഇതിനി എന്ത് ശരിയാവാൻ? മണി നീ കരയാതിരിക്കേ. എനിക്ക് എന്റെ കൊച്ചിനെ കെട്ടിയിടാൻ പറ്റും. നമ്മൾ ഇനി ഓരോന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ സന്തോഷേട്ടനെ ട്രീറ്റ് ചെയ്ത് നോർമൽ ആക്കാന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ സന്തോഷേട്ടന്റെ മുന്നിൽ വെച്ച് കരയുന്നതൊക്കെ സന്തോഷേട്ടന് സമ്മർദ്ദമാവും. മോളെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവനെ നോക്കി പരിചരിക്കാൻ തയ്യാറായല്ലോ. നിനക്ക് കോടി പുണ്യം കിട്ടും. ഒരമ്മ ഉള്ളു നിറഞ്ഞു പറയാം, നിനക്ക് കോടി പുണ്യം കിട്ടും. ഇത് ഞാൻ ചെയ്യേണ്ടതാന്ന് മനസ്സിൽ തോന്നി. ആ ഒരു തോന്നലിന് എല്ലാം എന്റെ തെറ്റ. എനിക്ക് മനസ്സ് നീ മാപ്പ് തരണം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇനി എന്റെ മോനെ ഉപേക്ഷിക്കലേ മോളെ. അവനത് താങ്ങത്തില്ല. ആ തീരുമാനമൊക്കെ പഴയതുപോലെ തന്നെ. അതിനൊരു മാറ്റവും. എനിക്കിനി സന്തോഷേട്ടനെ പഴയതുപോലെ കാണാനോ ഇഷ്ടപ്പെടാനോ ഒന്നും കഴിയില്ല. പക്ഷെ സന്തോഷേട്ടൻ പഴയതുപോലെ ഓക്കെ ആവുന്നത് വരെ ഞാനൊപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞ് നീ പോവോ? പോകാതെ തരവില്ല. ഇത് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. മോഹൻ സരസ്വതി ടീച്ചറുടെ റീജോയിനിങ് തടസ്സപ്പെടുത്താൻ എന്തെങ്കിലും പ്ലാനുമായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഈ അവസരം ഉപയോഗപ്പെടുത്തും. അവനെ കൈയോടെ പിടിച്ച് അകത്തിടുക. അവൻ ഉറപ്പായി നമ്മുടെ നീക്കം പ്രതീക്ഷിക്കും. അതുണ്ടാവും. അവന്റെ നീക്കത്തെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. ഈ അവസരം നമ്മൾ ഗുണപ്പെടുത്തുക. സാർ, സരസ്വതി ടീച്ചർക്ക് ഒന്നും സംഭവിക്കാതെ നമ്മൾ നോക്കണം. പിന്നെ ആ ഇടങ്കോലിനെ ശ്രദ്ധിച്ചോണം. സാർ. മോഹൻ അയാളെ ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. ഇടങ്കോലിനെ ഷാഡ പോലീസ് നിരീക്ഷിക്കട്ടെ. അയാളുടെ എല്ലാ നീക്കം അറിയാലോ. എന്തായാലും ഡ്യൂട്ടി അസൈൻ ചെയ്ത് ടീം പ്ലാൻ ചെയ്യും. ശരി, ചെയ്യാം സാർ. വരൂ. കേസിന്റെ കുറച്ച് കാര്യങ്ങൾ അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ കസേരയിട്ട് ഇരുത്തി ചായ തന്ന് സൽക്കരിക്കണമായിരിക്കും. അതല്ലേ അതിന്റെ ഒരു മര്യാദ. ആ മര്യാദക്കാരി സരസ്വതി ചത്തോ ഷാത്തോ ആണ്ടോ ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് മര്യാദയുടെ കാര്യം എന്നോട് പറയണ്ട. പുതിയ സരസ്വതി അതങ്ങ് വേണ്ടാന്ന് വെച്ചു. ഒരടി മുന്നോട്ട് വെക്കരുത്. മരണം ഇരന്ന് വാങ്ങാൻ എല്ലാത്തിനെയും കൂട്ടി വന്നേക്കാണ് അല്ലവേ മണ്ടം പോലീസ്. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302 പ്രകാരം നിങ്ങളുടെ അച്ഛന്റെയും മാലതിയുടെയും കൊലപാതകത്തിന് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുന്നു. സാറിന്റെ അടുത്ത് നിൽക്കുന്നതിന്റെ കലിയാളുടെ മുഖം. അയാളെ നോക്കിയൊന്ന് ചിരിച്ചാലോ സാർ? അത് വേണോ? അത് വേണം. നമ്മള് ജയിച്ചതിന്റെ സന്തോഷം. വാഹനാപകടം. യുവാവ് മരിച്ചു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. കൊള്ളാം. ദിവസവും ഇത് തന്നെ. വാഹനാപകടം. ഓരോരുത്തരും മരിക്കുക. വാഹനാപകടം. അതാകുമ്പോ ഒരു അപകട വാർത്തയിൽ ചെറിയ റിസ്കുമില്ല. പ്ലാൻ കൺഫേംഡ്. താങ്ക് യു. ഞാൻ ഇട്ട് തരാം. എടി മേരി, അത് പറ്റുമെങ്കിൽ ഇട്ടാ പോരെ? അല്ലെങ്കിൽ വല്ല ടവൽ വല്ലതും പൊതച്ചാ പോരെ? അതൊന്നും പോരെ. മുടി കാണിച്ചേ. ഓ, ജോണിനെ ഒരിക്കൽ നീ എങ്ങോട്ട് കൊണ്ടുപോടി? പറഞ്ഞിട്ട് കാര്യമില്ലാത്തോടാ ടീച്ചറെ ഞാൻ വിട്ടാത്തത്. മേരിക്ക് പരിപാലിക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ? അത് മാക്സിമം പിന്നെ ഈ ഒന്ന് ചുമ്മാ ഇരുന്നേ സരസു. ആ സിസ്റ്റർ വന്നു. മാഡം, ഡിസ്ചാർജ് സമറിയാ. ബുധനാഴ്ചയാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. കഴിക്കേണ്ട മെഡിസിൻസ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഫാർമസിയിൽ തന്നെ വാങ്ങാം. ശരി മോനെ, വാങ്ങിച്ചു വെക്കണേ. കാര്യങ്ങളൊക്കെ വീണമോള് പറഞ്ഞ് അറിയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. അതെ, എല്ലാം ക്ലിയർ ആയോ? ആയി. ഡിസ്ചാർജ് സമറിയും കിട്ടി. ഇനി മെഡിസിൻ വാങ്ങി ഇറങ്ങിയാ മതി. എന്റെ കുഞ്ഞൂട്ടന സ്വയബുദ്ധിയില്ലാതെ ആ അബദ്ധം ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു. മാപ്പാക്കണം. എന്റെ മോന്റെ അടുത്ത് വെറുപ്പ് വയ്ക്കരുത്. ജോണിന് അത്രയ്ക്ക് കാര്യമില്ലേ സന്തോഷിനെ? അറിയാം. സന്തോഷിന് പകരം മോഹന്റെ പേര് പറഞ്ഞത് കാരണം കേസിന്റെ നൂലാമാലകളിൽ നിന്ന് രക്ഷയായി. വലിയ കാര്യമോ ചെയ്തു. മോഹന്റെ പേര് പറയാമെന്നത് സരസ്വ പറഞ്ഞത്. സന്തോഷ് ഇരയാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഇവൾക്കുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ. നമ്മളെല്ലാം കുഴപ്പത്തിലാക്കാനാ മോഹൻ നോക്കിയത്. അതങ്ങനെ വേണ്ടാന്ന് ഞാനും ഉറപ്പിച്ചു. സന്തോഷിനെ കൊണ്ട് അയാൾ അത് ചെയ്യിപ്പിച്ചതാ. ആ വിധത്തിൽ മൊഴി പറഞ്ഞാലും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. നിങ്ങളെല്ലാം ഇടപെട്ടിട്ടാ കുഞ്ഞൂട്ടൻ കേസിൽ നിന്ന് ഒഴിവായത്. അതിന്റെ കടപ്പാട് എന്നും ഉണ്ടാവും. നന്ദിയുണ്ട് ടീച്ചർ. മോനെ ജോണെ, നന്നായി റെസ്റ്റ് ചെയ്യട്ടോ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം ഉറങ്ങായിരുന്നു. ഉണർന്ന ആരെയും കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നവും. ഇവരിറങ്ങിയിട്ട് കുഞ്ഞിയങ്ങ് വരും. മോളിപ്പോ ഉള്ളതുകൊണ്ട് അവൻ ഒരു ഇത് അടങ്ങിയിരിക്കും. ശരി, പോയി ശരി. ശരി. മണിയമ്മ ആകെ ഒലിഞ്ഞു പോയിട്ടുണ്ട്. ഞാനും അതാ ശ്രദ്ധിച്ചത്. സന്തോഷിനെ അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമാ. ആ ഇഷ്ടത്തിന്റെ പരിധി വിട്ട കരുതലാണ് സന്തോഷിന് പ്രശ്നമായത്. അതെ, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അതെ, ഞാനും കുഞ്ഞിയും കൂടെ പോയി ഫാർമസിന്ന് മരുന്ന് മേടിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ജോൺ ഇറങ്ങുമ്പോ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ? അതൊന്നും പ്രശ്നമല്ല ടീച്ചർ. അത് പ്രശ്നമാണ്. പാടി പോയിട്ട് വരാം ടീച്ചർ. അമ്മേ, എന്താ മോനെ? കൗൺസിലിംഗ് സെന്റർ ഒക്കെ അച്ഛൻ കണ്ടുപിടി. ആണോ? ഇന്ന് പോയാലെന്നാ അച്ഛൻ ചോദിക്കുന്നേ. അതെന്താ മഹേഷേട്ടൻ പറഞ്ഞാല്? അല്ല, ഞാൻ പറഞ്ഞ ചിലപ്പോ അത് ഇഷ്ടായില്ലെങ്കിലോ? ഋതു വന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് പ്രശ്നം ബോധ്യപ്പെട്ടതല്ലേ. കൗൺസിലിംഗ് നോക്കാന്ന് ഞാൻ എന്നെ പറഞ്ഞതല്ലേ. എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡി ഇറങ്ങാം. ഇറങ്ങാം. ഋതു, ഞാൻ അങ്ങോട്ട് നിൽക്കാം. വേഗം വരാം. ഓക്കേടാ, ഇല്ല സെറ്റാ. ഇപ്പൊ സംഗതി വർക്കൗട്ടായി കണ്ടു വെച്ചാ ഇത്രയുള്ള സംഭവം. ബാക്കി ഇതുപോലെ ഡീൽ ചെയ്താ മതി. ബാക്കി പരിപാടിയൊക്കെ ഞാൻ ഏറ്റടാ. അതാ എന്റെ ഒരു ടെൻഷൻ. അപ്പൊ തന്നെ വേണോ? എടാ മോനെ, ഞാനേ വണ്ടി ഒന്ന് തിരിച്ചെടുത്തേ. ഓക്കെ. എടി, നീ എങ്ങോട്ടായി പോകുന്നേ? മോനെ, എടി എങ്ങോട്ട് പോകുന്നു? എന്നെ അമ്മ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. പുറത്ത് എന്തിനാ പോകുന്നേ? വീടമ്മേ, അമ്മ അമ്മയുടെ ഹസ്ബൻഡ് കൂടിയാ പോകുന്നത്. അതിനെന്താ അമ്മമ്മയ്ക്ക് പ്രശ്നം? എടാ ചെറുക്ക,
പിള്ളേരുടെ വർത്താനം പറയണം. എനിക്ക് എപ്പോഴും ഇത് പിടിക്കുന്നില്ല കേട്ടോ. അമ്മമ്മയുടെ വർത്താനം എനിക്ക് തീരെ പഠിക്കുന്നില്ല. മ്യൂച്വൽ റെസ്പെക്ട്. അമ്മമ്മ ഇനിയും പഠിക്കാറുണ്ട്. അമ്മ വാ നമുക്ക് പോവാം. സൂക്ഷിച്ചിറങ്ങ. വാച്ചാ. നിങ്ങളെ കൊച്ചുകാരൻ പറഞ്ഞ കേട്ടില്ലേ? ഞാൻ കേട്ടു. കൊച്ചി ചേർക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആഹാ, നിങ്ങൾ എങ്ങനെയാ പറയുന്നല്ലേ? എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ വീട്ടിലെ യഥാർത്ഥ ടെറർ അമ്മമ്മേ. അപ്പന് കപ്പടാമീശ ഉണ്ടെന്നേ ഉള്ളൂ. അമ്മമ്മയെക്കാളും ഭേദം. രേണുവിനെ മാറ്റി നിർത്തി സംസാരിച്ചിട്ടേ പ്രശ്നങ്ങളൊക്കെ വഷളാക്കുന്നത് മാമി തന്നെയാ. എടാ റിതു, നീ പറഞ്ഞ സത്യോടാ. ഇവള് എന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് കരുതിയില്ല. അതുകൊണ്ടാണ് കട്ടക്കലിപ്പായത്. അപ്പനെ എന്നെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചത്. അത് നിന്റെ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. പിന്നെ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോ അതിന്റെ വേവ് നിങ്ങളുടെ അടുത്ത് കാണിക്കും. എന്നാ ഞാൻ നല്ലത് കൊടുക്കും. ആ രേണു, നമുക്ക് മാധവത്തിലൊന്ന് കേറിട്ടെ ഇവനെ അമ്മയുടെ അടുത്ത് ആക്കിട്ട് പോ. ശരി. അപ്പൊ എന്നെ കൊണ്ടുപോണില്ലേ? എടാ, നമ്മൾ പാർക്കിലല്ലോ പോണേ, കൗൺസിലിങ്ങിന് പോവല്ലേ. എടാ, ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മാധവത്തില് വന്ന് നിന്നെ വിളിച്ചോണ്ട് പോകും. ഓക്കെ? അതോ ആ എടാ ഋതു കൂട്ടാ, നിനക്ക് അത്രയും നേരം അച്ഛമ്മയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിരുന്നോടെ? അടിപൊളി. ആ അച്ഛമ്മേ. അയ്യോ മോനെ, അമ്മമ്മ കൈയൊന്ന് കഴിക്കോട്ടെ. നിക്കേ. അച്ഛമിങ്ങനെ കുനിഞ്ഞു മുറ്റടിച്ച് പോയിട്ടുണ്ട്. അച്ഛൻ കണ്ടുപിടിച്ച ഒരു ടെക്നോളജി ഉണ്ട്. അതെന്താ എടുത്തുകൂട്ടാ? ചോലിയിലെ ഒരു കമ്പ് പിടിപ്പിച്ചാ മതി. പിന്നെ കുനിയണ്ട. അച്ഛൻ പരീക്ഷിച്ച് വിജയിച്ചാ. അത് കൊള്ളാലോ. എടാ, അച്ഛന് മുറ്റടിക്കാൻ വലുതാകുമ്പോ മെഷീൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ ആളാ ഇപ്പൊ എന്നെ ട്രോളുന്ന. ആ രേണുമോളെ കണ്ടിട്ട് കുറെ ആയല്ലോ. സുഖമല്ലേ? ഓ, എന്നെ ആക്കിയതാന്ന് എനിക്കറിയാം. എന്ത് സുഖം. മറ്റുള്ളവരെ കുറിച്ചുള്ള മുൻവിധികളും ധാരണാ പിശകുകളും യഥാർത്ഥ പ്രശ്നം. അയ്യോ അമ്മേ, ഈ കാര്യങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ഞാനാണമ്മേ. അമ്മ എനിക്കത് ബോധ്യമായി. പിന്നെ എനിക്കാണെങ്കിൽ അത് സ്വയം തിരുത്താനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ രേണുവിന്റെ ഹെൽപ്പ് ചോദിച്ചു, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ. പിന്നെ കുറച്ച് കൗൺസിലിംഗ് സെഷനൊക്കെ കഴിയുമ്പോ ഞാൻ ബെറ്റർ ആവും. സ്കൂൾ പുനഃപ്രവേശനത്തിന് മുന്നേ സരസ്വതിയെ വധിക്കാൻ മോഹന്റെ പുതിയ പ്ലാൻ. ഇടങ്കോലിനെ പോലും ഞെട്ടിച്ച മോഹന്റെ പദ്ധതിയെ പ്രതിരോധിക്കാൻ വിഷ്ണുവും സംഘവും ഉദ്വേഗത്തിന്റെ കഥാവഴികളിലൂടെ ടീച്ചർ